നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഒടുവിൽ ശ്രീകാന്തിനോട് ചന്ദ്രശേഖരൻ പറഞ്ഞു, ഹെടാ നിനക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ നീ അവളുടെ പിന്നാലെ പോകുമായിരുന്നോ? അത് പിന്നെ അച്ഛാ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എടാ ആ പെൺകുട്ടി ഡിവോഴ്സ് ആണെന്നുള്ള കാര്യം ഇതിനു മുമ്പ് കണ്ടപ്പോൾ നിനക്ക് മനസ്സിലായതല്ലേ? അത് പിന്നെ അച്ഛാ അവളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും നീ അവളുടെ പിന്നാലെ പോയില്ലേ? നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്. അതെ, ഏതെങ്കിലും ഒരു പെൺകുട്ടി ഡിവോഴ്സ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ അവളെ കിട്ടാനായിട്ട് ഈസിയാന്നുള്ള കാര്യം അത് എനിക്ക് മനസ്സിലാകും ചെയ്തു. ഞാൻ ആ പെൺകുട്ടിയോട് പോയി കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ ഫോട്ടോയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ ആ ഫോട്ടോ വെച്ച് ആ വിക്രം ഒരു കളി കളിച്ചിട്ടുണ്ടേ ഉണ്ടല്ലോ. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അവൻ കളിക്കു വച്ചാ മിണ്ടരുത് നീ. ഇനിയിപ്പോൾ വിക്രം ആ ഫോട്ടോയൊക്കെ പുറത്ത് ലീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞോളും എനിക്ക് അവനെ അറിയത്തില്ലെന്ന്, അല്ലെങ്കിൽ നിന്നെ ശ്രീകാന്തിനെ അറിയത്തില്ലെന്ന കാര്യം. അങ്ങനെയോ പറയത്തുള്ളൂ. കാരണം അവളെ ബാധിക്കുന്ന കാര്യമല്ലേ അത്. തൽക്കാലത്തേക്ക് നീ രക്ഷപ്പെടും. പക്ഷെ ഇനി അവളുമായിട്ട് എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കാൻ പോയിട്ടുണ്ടല്ലോ, നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല. അയ്യോ അച്ഛാ ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ബന്ധം സ്ഥാപിക്കാനൊന്നും പോകത്തില്ല. പോവാതിരുന്നാൽ നിനക്കും കൊള്ളാം, അല്ലെങ്കിലുണ്ടല്ലോ പിന്നെ നിനക്ക് പ്രശ്നമാവും. അച്ഛൻ ഈ കാര്യത്തെക്കുറിച്ച് ഈ വീട്ടിലാരോടും പറയരുത്. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. ബാ അകത്തേക്ക് കയറി പോകാന്ന് പറയണം. അച്ഛാ പറയല്ലെന്ന് പറ അച്ഛാ. ഇവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ എന്താ സ്ഥാനം ഇരിക്കുന്നത്? ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വരും. തൽക്കാലത്തേക്ക് നീ കയറുക, ഞാൻ പറയണില്ല. വേറെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അത് പറഞ്ഞിട്ട് ചന്ദ്രശേഖരൻ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ചന്ദ്രശേഖരൻ ശ്രീകാന്തും കൂടെ അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും ശങ്കരനാരായണൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ശങ്കരനാരായണൻ പറഞ്ഞു, കുറച്ച് സമയമായല്ലോ വന്നിട്ട്. അല്ല രണ്ടുപേരും കൂടെ മാറുന്ന എന്തായിരുന്നു ഒരു സംസാരം? അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ അച്ഛൻ ഞങ്ങൾ വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമായിരുന്നു. അല്ല വെറുതെ ഓരോന്ന് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് എന്തിനാടാ നിന്റെ അമ്മായിച്ച നിന്റെ കോളറിന് കയറി കുത്തിപ്പിടിക്കുന്ന കണ്ടേ? അതും സംസാരത്തിനിടയ്ക്ക് ഉണ്ടായ കാര്യമായിരുന്നല്ലോ. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചന്ദ്രശേഖരനും ഞെട്ടി. അതൊക്കെ കണ്ടെന്നുള്ള കാര്യം ശ്രീകാന്തിന് മനസ്സിലായി. ദൈവമേ, അപ്പോൾ അച്ഛനെല്ലാം അറിഞ്ഞു കാണുമോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി, ഒരു പേടിയുണ്ടായി. അപ്പോഴേക്ക് ചന്ദ്രശേഖരൻ പറഞ്ഞു, അത് പിന്നെ കമ്പനിയിലുണ്ടായ ഒരു പ്രശ്നം, അതിനെക്കുറിച്ച് ഞാനൊന്ന് ആക്ട് ചെയ്ത് കാണിച്ച. ശങ്കരനാരായണൻ പറഞ്ഞു, അത് ശരിയാ, ആക്ട് ചെയ്ത് കാണിച്ച. ചന്ദ്രശേഖരന് ആക്ടിങ് നല്ല വശമുണ്ട്. പക്ഷേ ഈ നിൽക്കുന്ന ശ്രീകാന്തിന് അത് അത്ര നല്ല വശമില്ലെന്ന് പറയണം. ശ്രീകാന്തിൻ്റെ മുഖമൊക്കെ വിളറി വെളുത്തു. അപ്പോഴേക്കുള്ള ചായയൊക്കെ ആയിട്ട് പത്മ വന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞതേ, ചന്ദ്രശേഖരൻ വന്ന് ഞങ്ങൾ കണ്ടായിരുന്നു പറയണേ. കാറ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടേന്ന് പറയാം. ദൈവമേ, അപ്പം ഈ വീട്ടിലുള്ള എല്ലാവരും കണ്ടോ താനും ശ്രീകാന്ത് തമ്മിൽ സംസാരിക്കുന്നതൊക്കെ? ചന്ദ്രശേഖരൻ്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടായി. ആ സമയത്ത് ചന്ദ്രശേഖരൻ പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ശ്രീകാന്ത് ഓർത്തു ഇന്നത്തോടു കൂടിയിട്ട് തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. അല്ല എന്താ ചന്ദ്രശേഖര, തനിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് പറയുന്ന കാര്യം കേട്ടിട്ട് ആരും ബഹളം വെക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ശ്രീകാന്ത് ഓർത്ത് മുഖവര കൂടാതെ കാര്യത്തിലേക്ക് കടക്കുവാന്ന് തോന്നേ. ഇനിയിപ്പോൾ താൻ എങ്ങോട്ടാ പോകേണ്ടത്? തൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് വീട്ടിൽ സ്ഥാനമുണ്ടോ എന്നറിയത്തില്ല. അപ്പോഴേക്കും ശ്രീകാന്തിനെ ഞെട്ടിച്ചുകൊണ്ട് ചന്ദ്രശേഖരൻ ആ കാര്യം പറയണേ, എനിക്ക് പറയാനുള്ള ദീപ്തിയുടെ കാര്യത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞു. പിന്നീട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയണേ. എല്ലാം കേട്ടിപ്പോൾ വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ടാണ് ശങ്കരനാരായണനും പത്മയും കൂടെ നിൽക്കുന്നത്. കാരണം അവർക്കും അത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ആ സമയം വേദ വാസവന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കഥ തുറന്ന് വാസവന്റെ ഭാര്യ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ ചെന്നെ മനസ്സിലായോ? മനസ്സിലായി, മുമ്പ് വിക്രത്തിൻ്റെ കൂടെ ഇവിടെ വന്നല്ലേ? അതെ, വേദയാണല്ലേ? കയറി വാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേദയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അല്ല എന്ത് പറ്റി വേദ? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വഴി വരാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അല്ല നിങ്ങളുടെ ഭർത്താവും വിക്രവുമായിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല വരുണും വിക്രം തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചൊക്കെ അറിയാലോ. അന്ന് വരുണിനെ വിക്രം തല്ലിച്ചയച്ചിട്ടുണ്ട്. ന്യായമായ എൻ്റെ കാരണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് എന്തിനാ വേദ എപ്പോഴും പറയണമെന്ന് ചോദിക്കുകയാണ്. അതെ, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നേ, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നേ. അത് കേട്ടപ്പോൾ അവർ ചോദിച്ചു, അല്ല വേദ വീണ്ടും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായോ? വീണ്ടും പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചാൽ എന്നോടും വിക്രത്തോടുള്ള വൈരാഗ്യം മൂലം നിങ്ങളുടെ മകൻ വരുന്നുണ്ടല്ലോ, അവന് എൻ്റെ അനുജത്തിയെ പ്രേമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രേമിക്കാനോ? അതെ, ശരിക്കും പ്രണയമൊന്നും അല്ലാന്ന് തോന്നുന്നത്. അവന് പ്രതികാരം ചെയ്യണം ഞങ്ങളോട്. അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ കരുവാക്കിയിരിക്കുന്ന എൻ്റെ അനുജത്തിയാന്ന് പറയണം. ആ സമയത്ത് അവർ പറഞ്ഞു, അല്ല അങ്ങനെ എങ്ങനെ? കാരണം നിങ്ങളോട് പ്രതികാരം ചെയ്യണം നിങ്ങളോട് ചെയ്താൽ പോരെ, അതിന് വേറെയുടെ അനുജത്തിയെ കരുവാക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. അതുമൂലം എന്നെ തകർക്കാമെന്ന് അവൻ്റെ വിചാരം. ഒരുപക്ഷെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പിന്തിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ പിന്തിരിപ്പിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ അരിയിലേക്ക് വന്നത്. എനിക്ക് എൻ്റെ അനുജത്തിയെ വേണം, അവൾക്കൊരു പോറൽ പോലും സംഭവിച്ചുകൂടാ.
ഇതെങ്ങാനും വീട്ടിലേക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്, ആൻറ്റിയോട് പറയണമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് അവർ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. അവൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം അവന് കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടാവുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടെ അവനാ വന്നേന്ന് തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വരുണകത്തേക്ക് കയറി വരുവാണ്. ഇതേ സമയത്ത് വരുണിൻ്റെ അമ്മയും കൂടി ചെന്നിട്ട് ചോദിച്ചു, എടാ ഈ നിൽക്കുന്ന ആരാന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. മനസ്സിലായെന്ന് പറയാ. അവരെന്തിനാ വന്നേന്ന് നിനക്കറിയാവോ? അതും എനിക്ക് മനസ്സിലായി. ഓഹോ, അപ്പം എല്ലാം നീ അറിഞ്ഞോണ്ടല്ലേ. എടാ എന്നിട്ട് നിനക്ക് എങ്ങനെ തോന്നിയിടാ ഈ ചതിയാണെന്ന് പറഞ്ഞിട്ട് വരുണിൻ്റെ കവിള് തീർത്തൊരെണ്ണം കൊടുക്കണം. വരുണിൻ്റെ ആകെപ്പാടെ വിഷമമായിപ്പോയി. ആ സമയത്ത് അവർ പറഞ്ഞു, എടാ നീ ഇതിനേക്കാളും ഭേദം അന്ന് മരിക്കുമായിരുന്നു, ഇതിനേക്കാളും ഭേദം. അങ്ങനെയായിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പോയാനോ. വീണ്ടും നീ തെറ്റിലേക്ക് വന്ന് കൂപ്പുത്തുവാണല്ലോടാ. അതൊക്കെ പറഞ്ഞ് വരുണിനെ കുറച്ച് ചീത്ത പറഞ്ഞു. വരും പറഞ്ഞു, അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്നെ തല്ലിക്കോ എന്നെ കൊന്നോ, എന്നാലും എനിക്ക് പ്രശ്നമില്ല. കാരണം അതൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം പഴയതുപോലെ ഞാൻ തെറ്റിയെന്ന് മാത്രം അമ്മേനോട് പറയരുത്. അത് കേട്ടതും വേദ അവനെ നോക്കി. ആ സമയത്ത് പര്യം പറഞ്ഞു, ചേച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ക്ഷമിക്കാനോ? അതെ, ഞാൻ ചെയ്ത് എത്ര വലിയ തെറ്റാന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഞാൻ ആ പഴയ വരുണൊന്നും അല്ല. അന്നൊക്കെ ഞാൻ ഡ്രഗ്സിന് അടിമയായിട്ട് ഒരുപാട് പെൺകുട്ടികളുടെ ജീവൻ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അന്നൊന്നും പക്ഷേ എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല ഞാൻ ചെയ്യുന്ന എന്ത് കാര്യമാണെന്ന്. പക്ഷേ ഇപ്പം എനിക്ക് അതിൻ്റെ തീവ്രത മനസ്സിലാവുന്നുണ്ട്, ഞാൻ എത്രമാത്രം ക്രൂരനായിരുന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ആ തെറ്റിൽ നിന്ന് മാറാനായിട്ടാണ് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കണേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വരുണിൻ്റെ അമ്മ പറഞ്ഞു, എടാ എന്നിട്ടാണോ നീ വേദയുടെ അനുജിത്യമായിട്ട്? അത് കേട്ട് കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു, സത്യമായിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടല്ല അങ്ങനെയൊക്കെ ചെയ്തേ. അത് സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദത്തിൽ അങ്ങനെ ആയിപ്പോയതാ. ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു പോയതാ. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാൻ വരണേ, എന്നോടും വിക്രത്തോടുള്ള ദേഷ്യം കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തേ. ഒരിക്കലും അല്ലേ ചേച്ചി, അതൊക്കെ ചേച്ചിയുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഞാൻ രണ്ടുപേരോട് സോറി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് ഞാൻ നശിപ്പിച്ചെന്ന് പറയുന്ന ആ പെൺകുട്ടിയോട്, പിന്നെ ഒന്ന് വിക്രമേട്ടനോട്. വിക്രമേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ വേദ അവനെ വരുണിനെ ഒന്ന് നോക്കുവാണ്. ആ സമയത്ത് വരും പറഞ്ഞു, ചേച്ചിക്ക് സംശയം ഉണ്ടായിരിക്കുമല്ലേ, ശരിക്കും അന്ന് ആ ചേട്ടൻ എന്നെ അങ്ങനെ ഉപദ്രവിച്ചല്ല എനിക്കൊരു സങ്കടമില്ല. ഒരു താങ്ക്സ് ആണ് വിക്രമേട്ടനോട് പറയാനുള്ളത്. പിന്നെ ഞാൻ ചെയ്തു പോയ തെറ്റിന് ഒത്തിരി ശിക്ഷ അനുഭവിക്കേണ്ട ഒരു പെൺകുട്ടിയുണ്ട്, അതിനോട് എനിക്കൊരു സോറി പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചേച്ചി ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു. ആ സമയത്ത് വേദ ചോദിച്ചു, അല്ല ദീപ്തി എങ്ങനെ പരിചയപ്പെട്ടെ, എങ്ങനെ ഇഷ്ടപ്പെട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്താണ് വരുണ ആ കാര്യം പറയുന്നത്. അതെ, അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ദീപ്തി എന്നെ കാണാൻ വരുന്നത്. മരിക്കണോ ജീവിക്കണോ എന്ന് അറിയത്തില്ലാതെ കിടക്കുന്നൊരവസ്ഥയായിരുന്നു. മരണം മാത്രം മുന്നിൽ കണ്ട് ഞാൻ കിടക്കണോ, എനിക്ക് ജീവിക്കണം എന്നൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ചെയ്തു പോയ ക്രൂരതകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അങ്ങനെ സമയത്ത് ദീപ്തി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും ഞാൻ അവളോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ പതുക്കെ അവളുമായിട്ട് ഞാൻ സംസാരിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളും എല്ലാം അവളോട് പറഞ്ഞു. അവൾ എനിക്കൊരു കാര്യം ഉറപ്പ് വന്നു, ഞാൻ നശിപ്പിക്കാനൊരുങ്ങിയ പെൺകുട്ടിയോട് സോറി പറയാനായിട്ടൊരു അവസരം ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ സംസാരിക്കണ സമയത്ത് അവൾ പിന്നെ വേറൊരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു. ഞാൻ തല്ലിച്ചതച്ച എന്നെ തല്ലിച്ചതച്ച വിക്രമേണ്ണ ആരാന്നുള്ള കാര്യം, അവളുടെ ചേച്ചിയുടെ ഭർത്താവാന്നുള്ള കാര്യം, ആ സത്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി. അത് കേട്ടിഞ്ഞപ്പോൾ വേദ ചോദിച്ചു, എന്നിട്ടോ അതിന് ശേഷമാണോ നീ പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് വരും പറഞ്ഞു, അതെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തേ. ചേച്ചിക്ക് വേണമെങ്കിൽ എന്നെ തല്ല കൊല്ല അടിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേങ്കിൽ ഞാൻ അവളോടൊപ്പം ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. അതിനിപ്പം വേണ്ടാന്ന് മാത്രം നിങ്ങൾ പറയരുത്. ഇനിയിപ്പം നിങ്ങൾക്ക് ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ വെച്ചാൽ അങ്ങനെ ചെയ്തോ. എന്നാലും എനിക്ക് സങ്കടം ഉണ്ടാവും. അത് കുഴപ്പമില്ല, നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് വരുൺ പറഞ്ഞു. വേദിച്ചു, അല്ല ആരാണ് ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞേ? അപ്പോഴേക്കും വരുൺ പറഞ്ഞു, അതെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഞാനാണ്. ഒരു ദിവസം അവളെ ഞാൻ ഒരു കഴുത്തലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു. പക്ഷെ അന്നൊന്നും അവളൊന്നും പറഞ്ഞില്ല. അവളൊന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവുക ചെയ്തേ. എൻ്റെ മനസ്സിന് നല്ല ബുദ്ധിമുട്ടുണ്ടായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എല്ലാവരും എന്നെ നിരാകരിക്കുവാണല്ലോ, ആർക്കും എന്നെ വേണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. വീണ്ടും ഡ്രഗ്സിലേക്ക് പോയാലോ എന്നൊരു ചിന്ത വരെ ഉണ്ടായി. പക്ഷെ ഞാനൊരു കാര്യം ഉറപ്പിച്ചു, അവൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അവളെ വേദനിപ്പിക്കാതെ ഞാൻ അങ്ങനെ വീണ്ടും പോയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു. ഇനി എന്തൊക്കെ വന്നാലും ശരി, അവളെ നഷ്ടപ്പെട്ടാലും ശരി,
ഞാൻ ഡ്രഗ്സിന് അടിമയാവില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കണ ഒരു സമയത്ത് അവളുടെ ഒരു കോള് വന്നു, എന്നെ കാണണമെന്നും പറഞ്ഞാണ്ട്. വീണ്ടും ഞാൻ കടൽ തീരത്തേക്ക് ചെന്നു. ആ സമയത്ത് അവളവിടെ ഉണ്ടായിരുന്നു, ഒരു മൺവീടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ തന്ന സ്നേഹത്തിനും കരുതലിനും, അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്ന സ്നേഹത്തിന് പകരമായിട്ട് എന്നോടൊരു സിമ്പതി തോന്നിയിട്ടാണ് വരുണിന് ഇഷ്ടം തോന്നിയെങ്കിൽ അതിവിടെ വെച്ച് തന്നെ നിർത്തിയേരെ. ഇതേ കണ്ടില്ലേ ഞാനുണ്ടാക്കിയ മൺവീട്, ഈ മൺവീട് പോലെ ആയിരിക്കും അത്. കാരണം തിരെ ഇത് എപ്പോഴാണെങ്കിലും എടുത്തുകൊണ്ട് പോകും, അധികം ആയുസൊന്നും ഉണ്ടാകത്തില്ല. നമ്മളിതുള്ള ബന്ധം അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ അല്ലാതെ എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ട് എന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ എൻ്റെ ഈ കൈ പിടിക്കാമെന്ന് പറഞ്ഞു. ഒടുവിൽ ഞാൻ അവളുടെ കൈ പിടിച്ചെന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വേദ ഒരു ഞെട്ടലോട് കൂടിയിട്ട് അങ്ങനെ വരുണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വരും പറഞ്ഞു, ചേച്ചി ഞാൻ ശരിക്കും അവളെ ജീവിതത്തിലേക്ക് കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യമോ അതുകൊണ്ടൊന്നും അല്ല, ഞാൻ അവളെ വശീകരിച്ചെടുത്തൊന്നുമല്ല നിങ്ങളോടുള്ള പ്രതികാരം ചെയ്യാനായിട്ട് എന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്തും മറുപടി പറയണമെന്ന് അറിയില്ലാതെ വേദന നിൽക്കുക. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.